ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം സുഖം തന്നെയല്ലേ? 3 മാസം ആയി ഈ റൂം അടച്ചിട്ടിട്ടാ. ഇത് അടച്ചിട്ട് ഇതിൻ്റെ ശേഷം ക്ലീനിങ്ങും ഇതൊക്കെ കഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പ്രയാസപ്പെട്ട് ഒരു 2 ദിവസം ഞാൻ ഒരാളെ പണിക്ക് വെച്ചിട്ട് വെയിറ്റ് ചെയ്തു. അവസാനം ആരും കിട്ടുന്നില്ല. ഞായറാഴ്ച ദിവസമായപ്പോൾ ഞാൻ തന്നെ മെനക്കെട്ടു. ഞാനും സിനും കൂടി ഇറങ്ങിയതായിരുന്നു. അവസാനം സിനുവിനെ കാക്കാക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ട് വിളിച്ച് പിന്നെ ഞാൻ ഒറ്റക്കായി. അപ്പോൾ അത് കണ്ടില്ല നിങ്ങൾ, പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞ ഒരു റൂമിൻ്റെ അവസ്ഥ. ഈ വാതിൽ അന്ന് വാതിലുകളൊക്കെ ചതിൽ പിടിച്ചന്ന് ഞങ്ങൾ ഹാൾ റൂമത്തെ വാതിൽ തുറന്നു ഇതിൻ്റെ ഉള്ളിലേക്ക് കഴിച്ച് വെച്ചായിരുന്നു. അപ്പോൾ ഈ ഇവിടുത്തെ വാതിലും ഓഫീസ് റൂമിൻ്റെ വാതിലും ചതിൽ പിടിച്ചിരുന്നു. അപ്പോൾ ആ വാതിൽ പിന്നെ എടുത്ത സമയത്ത് അതിലേക്ക് പൊടി പാറാതാക്കാൻ വേണ്ടിയിട്ട് ഒരു കയറെടുത്ത് കെട്ടിയതാട്ടോ. അതാണ് അതിന്മേലൊരു കയറൊക്കെ കാണുന്നത്. അതിന് കംപ്ലീറ്റ് സോഫയൊക്കെ 5 ബെഡ്ഷീറ്റ് ഇട്ട് മൂടി വെച്ചതാണ്. അപ്പോൾ ഈ ബെഡ്ഷീറ്റുകളൊക്കെ ഒന്ന് പൊടി പാറലൊന്ന് കുറയാൻ വേണ്ടിയിട്ട് ചെയ്ത പണിയാണ്. അപ്പോൾ ബെഡ്ഷീറ്റും ഒക്കെ എടുത്തതിന് ശേഷം അതും കംപ്ലീറ്റും പൊടിയായി എന്നാകെ പൊടി പാറി ജനവാതിലൊക്കെ പെയിൻ്റ് അടിച്ചൊരു പരുമാറ്റം ആക്കി എടുത്തിട്ട് വേണം. പിന്നെ വെച്ചാൽ ഇത് ഒന്നായിട്ട് കഴുകി വൃത്തിയാക്കാൻ പറ്റില്ല. അപ്പോൾ ഓരോ ഭാഗങ്ങൾ വൃത്തിയാക്കി അത് അങ്ങേപ്പാത്തേക്ക് മാറ്റിയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റൂട്ടോ. അപ്പോൾ ഞാനത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ബക്കറ്റും ചൂലും അത് തുടക്കാനുള്ള തുണിയും എല്ലാം കൂടി ആയിട്ട് വന്നിക്കുകയാണ്. അപ്പോൾ ഈ വലിയൊരു പാത്രത്തിൽ വെള്ളം എടുത്താൽ തന്നെ ഈ ഓഫീസ് റൂം ഒന്ന് വൃത്തിയാക്കാൻ പറ്റുള്ളൂ. ഇതിൽ 2-3 ബക്കറ്റ് വെള്ളം കൊള്ളൂട്ടോ. അത്രക്കും വലിയ വട്ട പാത്രം എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. അതിങ്ങനെ ഒരുപാട് വട്ടം ഇങ്ങനെ വെള്ളത്തിന് ഇങ്ങനെ പോകണ്ടേ. അപ്പോൾ അത് വിചാരിച്ചുകൊണ്ട് ചെയ്തതാണ്. അപ്പോൾ ഇതാ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ വൃത്തിയാക്കി വരുന്നുണ്ട്. പിന്നെ മാറാല തട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിമേൽ മാറാലക്കോല് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ മാറാലക്കോലുമ്പോൾ നല്ലവണ്ണം ഫിപ്പ് അടിച്ചുകാണ്ട് നമ്മൾ തട്ടിയെടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉറിയലി ഒന്നും അങ്ങനെ കിട്ടൂല. ഉള്ള ഉറിയലിൻ്റെ മേത്തേനെ ആ ഭാഗത്തേനെ തട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളതിനെ കൊല്ലണം എന്നില്ല, അതെന്നെ സ്വാഭാവികമായിട്ടും ചത്തോളും. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് സാധാരണ എപ്പോഴും ചെയ്യൽ. ഇപ്പോൾ കണ്ടില്ല നിങ്ങൾ, നല്ലോണം ഉണ്ട് പഠിച്ചതാക്കണ്ട. പിന്നെ നമ്മൾ ഈ കോലുമ്മൽ ചളിയൊന്നും ഇല്ലാതൊക്കെ നിങ്ങൾ നോക്കിക്കൊണ്ട്. അപ്പോൾ ചളി ഉണ്ടെന്നുണ്ടെച്ചെങ്കിൽ ഈ ഫിഫ പഠിച്ചുമ്പോൾ അതിന്മേൽ വെള്ളമല്ലേ, അപ്പോൾ അതും കൂടി തട്ടിക്കാണ്ട് ഒന്നാകെ വൃത്തികേടാകണ്ട. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. അത് ചളി ഇല്ലാതെ റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെച്ചെങ്കിൽ നിങ്ങളെ റൂമായാലും ഓഫീസ് റൂമായാലൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റൂട്ടാ. അപ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെയാണ് ചെയ്യൽ. അങ്ങനെ ആകുമ്പോൾ ഒരുപാട് നമുക്ക് എപ്പോഴും മാറാതെ തട്ടണീന്ന് ഒന്നൊരാക്കം കിട്ടും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടത്. അന്ന് സ്റ്റോർ റൂമിൻ്റെ വീഡിയോ കാണിച്ചപ്പോൾ ഞാനൊരു തുണി കൊണ്ട് ജസ്റ്റ് ചുമരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് അതിൽ കാണിക്കാൻ മറന്നു പോയതാണ്. പിന്നെ സ്റ്റോർ റൂമിൽ നമുക്ക് അധികം ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഭക്ഷണ സാധനങ്ങളൊക്കെ ഉള്ളതല്ലേ, എറുമ്പ് വരാതെക്കാൻ വേണ്ടിയിട്ടൊരു ട്രിപ്സായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ആ സീറ്റുമ്പോൾ തേച്ചുകാണ്ട് അതിൻ്റെ മേലെയാണ് ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ സീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായത്. അപ്പോൾ അതാ ഓരോ ഭാഗങ്ങൾ വൃത്തിയാക്കും, അവിടെ അടിച്ചു വരുന്നിട്ട് ഓരോരുത്തർ കൂട്ടി വെക്കുക. ഇങ്ങനെയായിട്ട് ഞാൻ ചെയ്തെടുത്തത്. ആരും സഹായത്തിന് കിട്ടിയില്ല. 2 ദിവസം ഞാൻ കാത്തു നിന്നു. അതായത് ബുധനാഴ്ച വിളിച്ച് വ്യാഴം വെള്ളിയും ശനി 3 ദിവസം കാത്ത് 4ാമത്തെ ദിവസമാണ് ഞാനിത് റെഡിയാക്കിയെടുത്തത്. അപ്പോൾ ഇതാ ഇങ്ങനെ ഓരോരുത്തർ കൂട്ടി വെച്ച് കൊടുക്കുകയാണ്. അല്ലാതെ നന്നാക്കി വൃത്തിയാക്കി എടുക്കാനുള്ള കാര്യം പ്രയാസമായതുകൊണ്ടാട്ടോ അങ്ങനെ ചെയ്യണത്. പിന്നെ അതാ എല്ലായിടത്തും മാറാല കെട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ കർട്ടനൊക്കെ വലിയ കർട്ടനായിരുന്നു. പിന്നെ ഞാനതൊക്കെ ഉള്ളിക്ക് സെറ്റാക്കിയാണ്ട് ഇപ്പോൾ റെഡിയാക്കി എടുത്താട്ടോ. ഇതൊരു 17-18 വർഷം പോലെ വലിയ കർട്ടനായിട്ട് തന്നെ യൂസ് ചെയ്തിട്ടുള്ളായിരുന്നു. അപ്പോൾ അത്രക്കും മുന്നുള്ള കർട്ടനാണ്. അപ്പോൾ അത് ഞാനിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കാക്കി സെറ്റാക്കിയപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒരു സൗകര്യം തോന്നി. കാരണം വെച്ചാൽ റൂമിന് ഒരു വലിപ്പം കൂടുതലൊക്കെ കിട്ടിയ പോലെ തോന്നിയിട്ടുണ്ട്. ഇതിൻ്റെ മുന്നേ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ നല്ലവണ്ണം നനഞ്ഞ തുണി കൊണ്ട് ഒരു കാരണവശാലും ഇതൊന്നും തുടച്ച് റെഡിയാക്കി എടുക്കരുത്. എപ്പോഴും ഉണങ്ങിയ തുണി, അതായത് ജസ്റ്റ് ഒരു നനവുള്ളതായാലും കുഴപ്പമില്ല. അപ്പോൾ അല്ലാതെ ഞാൻ ജസ്റ്റ് തുടക്കുന്ന സമയത്ത് ഉണങ്ങിയ തുണി കൊണ്ടാണ് തുടച്ചെടുക്കൽ. അപ്പോൾ ഇവിടെ കംപ്ലീറ്റും ഒന്ന് തുടച്ച് റെഡിയാക്കി ഇരിക്കട്ടെ. വേണമെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് കൂടെയൊക്കെ തുടച്ചിട്ട് വേണം. പിന്നെ അതൊന്നും ഞാൻ ഇപ്പോൾ ചെയ്യണില്ല. അത് പിന്നെ ആരെങ്കിലും കിട്ടുന്ന സമയത്ത് ചെയ്യാം. എല്ലാം കൂടി നമുക്ക് കഴിയണില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഉള്ളെങ്കിലും ഒന്ന് വൃത്തിയാക്കി എടുക്കാഞ്ഞാൽ ഒന്നിനും പറ്റൂല. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ എത്ര വൃത്തിയാക്കി കഴിഞ്ഞാലും പുറത്ത് നല്ലോണം മണ്ണും ചളിയൊക്കെ ഉള്ള കാരണം അകത്തേക്ക് നല്ലവണ്ണം പൊടി പാറും ചെയ്യും. അപ്പോൾ സിനുവിനും കാക്കാക്കും ട്രാക്ടർമേലാണ് പണി. അപ്പോൾ എപ്പോഴും എല്ലാവരും ചോദിക്കലുണ്ട്, നിങ്ങൾക്ക് എന്താണ് വീട്ടിൽ, കാക്കാക്ക് എന്താ ബിസിനസ് എന്ന്. കാക്കാക്ക് ഇത് തന്നെ കേട്ടോ, 3-4 ട്രാക്ടർ ഉണ്ട് വീട്ടിൽ. അപ്പോൾ ഇതും പിന്നെ നമ്മൾക്ക് ഡ്രൈവർമാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് എപ്പോഴും പണിക്കാർക്കുള്ള ഭക്ഷണം എന്ന് പറയില്ലേ. അപ്പോൾ അതാട്ടോ. പിന്നെ ഈ
ഭാഗത്തുണ്ടല്ലോ അത് ഇതേപോലത്തെ മാർബോണൈറ്റ് തന്നെയാണ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ജനാലിൻ്റെ ഈ ഭാഗം നല്ലോക്ക് വൃത്തിയാക്കി തുടച്ചെടുക്കാൻ പറ്റും. അപ്പോൾ മാർബോണൈറ്റ് ഞാൻ ഒരുവിധം ജനാൽമേൽ അകത്തും ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒട്ടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് വൃത്തിയാക്കാനും ഇനിയിപ്പോൾ എന്തെങ്കിലും കുട്ടികൾ തൊടെ ചായ ക്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും മരുന്നോ കുപ്പിയോ എന്തെങ്കിലും നമ്മൾ വെക്കാതെ കൊല്ലല്ലോ, മനുഷ്യനായ വെക്കാതെ കൊല്ല. ഇനി എത്ര സ്ഥലം ഉണ്ടെങ്കിലും ഒരു 10 അളമാറുണ്ടെങ്കിലും അതിലൊക്കെ നമുക്ക് സാധനങ്ങളുണ്ടാവും. ഇനി അത്ര അളമാറും കാര്യങ്ങളും ഇല്ലെങ്കിലും നമുക്ക് നമ്മളെ സാധനങ്ങൾ വെക്കാനും പറ്റും. അങ്ങനെയാണ് കേട്ടോ നമ്മളെ അവസ്ഥ. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് ഒരു കാരണവശാലും അളക്കാൻ പറ്റില്ല കേട്ടോ. അതിന് 2-3 ആണുങ്ങൾ തന്നെ വേണം. നല്ല കനാണ്. പിന്നെ ടി വി ഒക്കെ കൂടി വെച്ചിരുന്നതാണ്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യണില്ല എന്നുണ്ടെങ്കിലും ടി വി ഒക്കെ ഇപ്പോഴും അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ വൃത്തിയാക്കുന്നുണ്ട്, ആ ഭാഗങ്ങൾക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സോഫ ഇതിൻ്റെ ഇതൊന്നായിട്ട് ഞാൻ പിന്നെ അവസാനം തിരുമ്പാൻ കൊണ്ടുപോയിട്ട് ചെയ്തിട്ട് നല്ല പൊടി ഉണ്ടായിട്ട് നിലത്തൊന്നും തട്ടാതെ തിരുമ്പാൻ കൊണ്ടുപോയിട്ട് പിന്നെ നല്ല വെള്ളത്തോടെയാണ് ഞാൻ 2-3 പ്രാവശ്യം ഇങ്ങനെ തുടച്ചെടുത്ത് ഇതിൻ്റെ ശേഷം ഓരോന്നും ആണ്ട് നീക്കി കൊടുക്കുക ചെയ്തത്. ആരും ഞാൻ പറഞ്ഞില്ല, പൊന്തിച്ച് തരാനൊന്നും ആരും ഉണ്ടായില്ല. പിന്നെ റാണീനാണെന്നുണ്ടെങ്കിൽ ഇന്ന് അടുക്കളയിൽ റാണിക്ക് ഡ്യൂട്ടി കൊടുത്തത്. ഞാൻ ചെന്ന് മന്തിയും ചെറുപയറിൻ്റെ ഒരു പായസവും റാണി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മ പറഞ്ഞാൽ കുറേശ്ശെ ഉമ്മാൻ്റെ കാര്യങ്ങളൊക്കെ ഉമ്മ തന്നെ ചെയ്യും. അതുകൊണ്ടൊന്നും പ്രശ്നമില്ല. ഞാൻ തിരുമ്പിയതാണെങ്കിൽ തോരയിടാനൊക്കെ ഉമ്മ തന്നെ ചെയ്യലുണ്ട്. പക്ഷേ ഉമ്മക്ക് ഇന്ന് കുറഞ്ഞൊരു അസ്വസ്ഥതയൊക്കെ ഉണ്ടായതുകൊണ്ട് അത് ഞാൻ ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ടാണ് അത് കഴിഞ്ഞത്. അപ്പോൾ ഇന്ന് ഒരുപാട് സമയമെടുത്തു നമ്മളെ അടുക്കളയിലെ ജോലികളൊക്കെ തീരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ നല്ലോണം തുടച്ച് നല്ലോണം മുറുക്കി പിഞ്ഞ് വീണ്ടും അതിങ്ങനെ വൃത്തിയാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഇങ്ങനെ നമ്മൾ പിരിച്ചതുകൊണ്ട് തന്നെ നമ്മളെ കുഷ്യനിൽ അധികം പൊടിയും ചളിയൊന്നും ആയില്ല. നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നല്ല ഇത്രയും ചളി ആവും എന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു. പെട്ടെന്ന് റെഡിയാക്കും കഴിയുമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ നമ്മളെ ഈ തായരിയിലെ ഗ്രില്ലിൻ്റെ പണി ഈ പണിക്കാർ വരാൻ നേരം വൈകലും എല്ലാം കൂടി നമ്മളെ പണിക്കാർ സ്വീപ്പാക്കിയതാട്ടോ. ഇപ്പോഴും ഒരു ഗ്രില്ലിൻ്റെ പണിയിൽ കുറച്ച് ഭാഗം ഇനിയും ബാക്കി വെച്ചേക്കാണ്. അവർ വന്നാലല്ലേ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ഒന്നും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്തിട്ട് ഒരു കാര്യമില്ലല്ലോ. ഏതായാലും നമ്മൾ ഈ കുഷ്യനിമ്മൽക്ക് അധികം പൊടി പാറാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് തന്നെ അൽഹംദുലില്ലാ എന്ന് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിമൊരു പൊടിയൊന്നും പാറിയിട്ടില്ല കേട്ടോ. നമ്മളെ ഈ പൂവും ഇതൊക്കെ ഇതിൽ മറച്ച് വെച്ചതുകൊണ്ട് തന്നെ ഫാന് തായരിൽ നിന്ന് കഴിച്ച് വെച്ചാണ് ഇതുവരെ ഫിറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിലും തായരിലെ പണി ഇനിയും കുറച്ചും കൂടി ബാക്കി കിടക്കുകയാണ്. ഏതായാലും ഈ വാതിൽ വെച്ച് ഇവിടെ ഇനിയിപ്പോൾ നമുക്ക് വാതിൽ അടച്ച് കൂട്ടി ഇടാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓഫീസ് റൂം നന്നാക്കി ഇട്ടാലും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടി പിന്നെ പഴയ പാട് തന്നെ വരും എന്നുള്ള ഒരു ഇത് വരും കേട്ടോ. അപ്പോൾ അതാ പണിക്കാർ മാർബിളിൻ്റെ പണി കംപ്ലീറ്റും കഴിഞ്ഞു. അവർ മെഷീനും സാധനങ്ങളും കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് മാർബിൾ പണി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലാസ്റ്റ് ഫിനിഷിങ് വർക്കും പിന്നെ ഗ്രില്ലിൻ്റെ കംപ്ലീറ്റ് പണി കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് അവരോട് പറഞ്ഞിരുന്നു. പിന്നെ ഗ്രില്ലേരി നമ്മളിങ്ങനെ സ്വീപ്പാക്കിയ കാരണം ജസ്റ്റ് ഒരു പണിയും കൂടി അവിടെ ബാക്കിയുണ്ട്. എന്നാലും നമ്മൾ പിന്നെ അവരോട് വന്നുകാണ്ട് മാർബിൾ പണിക്കാരോട് കംപ്ലീറ്റ് ക്ലീൻ ആക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ആ പണിയും കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ 5-6 മാസത്തിൻ്റെ ശേഷം തന്നെ പറയാം തായരിക്ക് ഇറങ്ങുന്നത്. എന്നുവെച്ചാൽ ഇത് പണിയായതുകൊണ്ട് തന്നെ നമുക്കൊരു സ്വസ്ഥത ഇല്ലാതെ ഇരിക്കുകയായിരുന്നു. പണിക്കാർ ശരിക്കും വരില്ല. പിന്നെ പറഞ്ഞാൽ കാക്കാക്ക് രാവിലെ അവരെ തിരഞ്ഞു പോകാൻ സമയം കിട്ടൂല. ഈ ട്രാക്ടറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ സ്ഥലങ്ങൾക്ക് പോകാനും ഇതൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഓരോരുത്തർ വിളിക്കലും എല്ലാം കൂടെ ആയിട്ട് പണിക്കാർ ഓരോ സെറ്റിക്കും സ്ഥലത്തേക്കൊക്കെ പറഞ്ഞയക്കലും എല്ലാം കൂടി കഴിയുമ്പോൾ തന്നെ മറ്റുള്ള പണിക്കാരും എന്താ വെച്ചാൽ പണിക്കാരെ സ്ഥലം നോക്കി പോകും. ഇതാണിപ്പോൾ നമ്മളെ മുറ്റത്തെ അവസ്ഥ. അത് തോടുമല്ല കേട്ടോ, നമ്മുടെ മുറ്റാണ്. അപ്പോൾ ഈ പാടത്തെ മണ്ണും ചളിയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മളകത്തേക്ക് എപ്പോഴും പൊടിയും ഇതെല്ലാം കൂടി ആർത്തുകൊണ്ട് നിൽക്കും. അപ്പോൾ കുറേ കഴിയുമ്പോൾ മുറ്റൊക്കെ കൈകൂട്ടും. എത്ര കൈയാലും പിന്നെ നമ്മളെ ഈ പാടത്തെ മണ്ണല്ലേ കൊണ്ടേ ഇടാനുള്ളത്. പിന്നെ പാടത്തെ മണ്ണ് ഈ മെഷീൻമെന്ന് വന്ന് അതേപോലെ അത് നമ്മളെ മുറ്റത്ത് കിടന്ന് ഉണങ്ങിയാൽ ആ പൊടി പാറണ ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ പാടത്തെ പക്കത്തൊക്കെ താമസിക്കുന്നവർക്കറിയാം അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ജനാലും ഗ്രില്ലും കമ്പി എല്ലാം ദിവസവും നിറഞ്ഞ മാതിരി തുടക്കണം. ഇപ്പോൾ ഞാൻ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് ഫാൻ ഇട്ട് കൊടുത്തത് കേട്ടോ. എന്നുവെച്ചാൽ അത്രക്കും വെള്ളത്തോടുക്കനെ ഒരു 4-5 വട്ടം തുടച്ചെടുത്ത് ലാസ്റ്റ് ഇതൊക്കെ സെറ്റാക്കിയതിൻ്റെ ശേഷം ഒന്നും കൂടി തുടച്ച് വൃത്തിയാക്കി എടുത്താട്ടോ. പിന്നെ ഇതിൻ്റെ അടിയിലിപ്പോൾ ഒരു കറ വന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞാൽ നമ്മളിതിൻ്റെ അടിയിലിടാനുള്ള സാധനങ്ങൾ, അതായത് കാർപ്പറ്റ് ഇനി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം കൊണ്ടുവന്ന് ഇടാൻ. അപ്പോൾ ആ വക പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നെ താൽക്കാലികമായിട്ട് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ചെയ്യാം. എന്താ കംപ്ലീറ്റും പണികൾ കഴിയാതെ ഇപ്പോൾ ഒന്നും നടക്കില്ല. പിന്നെ ഡിന്നർ ഇട്ട് കണക്ക് തുടച്ച് നോക്കി ഒരു 5-6 സ്ഥലത്ത്
ക്രാഷ് വീണ ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ ആരെങ്കിലും പെട്ടെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നാകെ ചളിയാണ് വിചാരിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഒന്നായിട്ടുള്ളത്. ഗൾഫിൽ നിന്ന് കാക്ക അൽബയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട്. ഇന്നും നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ചുരുട്ടിക്കാണ്ട് അന്ന് പണിക്കാരുള്ളതെന്ന് വെച്ചതാണ്. അപ്പോൾ അതാ നമ്മളെ ഓഫീസ് റൂമൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2-3 മണിക്കൂർ സമയം പിടിച്ചിട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ വീഡിയോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ വൃത്തിയാക്കി ഇട്ടൊരു ഓഫീസ് റൂമാണിത്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.